ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ട്രിപ്പിൻ്റെ 4ാമത്തെ വീഡിയോ ഇട്ടിരുന്നു. ഞങ്ങളവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഈ ക്യാമറൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ കൂട്ടുകാരൻ അവിടുത്തെ ശ്രീരംഗ് കാണണമെന്നൊക്കെ ഒരാഗ്രഹം. എന്നാൽ നീ ഒന്ന് കണ്ടോയെന്ന് പറഞ്ഞു. അവൻ കുറേ നേരമായി ആ ക്യാമറൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്നത്. പക്ഷേ അവിടെ പറക്കുന്ന പക്ഷികളെ കാണുക എന്നല്ലാതെ അവിടുത്തെ ഒരു മനുഷ്യനും അവൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ മതി പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പൈതിക്ക് നിർത്തി പോന്നു. അപ്പോഴത്തേക്ക് ഉച്ച സമയമായി. എല്ലാവർക്കും നല്ല വിശപ്പ്. പിന്നെ ഒന്നും നോക്കില്ല, അവിടെ ഇഷ്ടം പോലെ കടകൾ. അങ്ങനെ അവിടെയൊക്കെ ലൈവായിട്ട് മീനൊക്കെ പൊരിച്ച് തരുന്ന പറഞ്ഞു. അവിടെ പൊരിച്ച് കൊണ്ടിരുന്ന മീനുകളാണെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒരു 3 മീൻ ഓർഡർ കൊടുത്തു. നല്ല സ്പെഷ്യൽ മീനായിട്ട് പൊരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അവിടെ ചോറിൻ്റെ കൂടെ കോമൺമെൻ്റായിട്ട് കിട്ടുന്ന മീൻ ഇതാട്ടോ. ഇതും പിന്നെ ചോറും കൂടി 120 റുപ്യാണ് അവിടുത്തെ റേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മീൻ അവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുക. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള മീൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വിശപ്പ് സഹിക്കാൻ പറ്റത്തുണ്ട് എൻ്റെ അനിയൻ എന്ത് ചെയ്ത് നേരത്തെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടോ. അവനാണോ ആ മീനെങ്കിലും മതി, എൻ്റെ വിശപ്പ് മാറട്ടെ എന്ന് വിചാരിച്ച് അവനിരുന്നു. അങ്ങനെ ഞാനും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്കും വല്ലാത്ത വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പൊരിച്ച മീൻ എത്തി. അതും എല്ലാവരും കൂടി നല്ല ഇരുന്ന് കഴിച്ചിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഫ്രഷായി പിടിച്ചുണ്ടാക്കുന്ന മീനായതുകൊണ്ടായിരുന്നു കുറച്ച് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇനി വരുന്നവർ ഇവിടെ ഈ മീനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിരുന്നു. നിങ്ങളും ധനുഷ്കോടി കാണാൻ വരുന്നതാണെങ്കിൽ ഉച്ച സമയത്തോ വരരുത്. ഇന്നലെ രാവിലെയോ വൈകിട്ടോ വന്നാൽ എല്ലാം കാണാൻ പറ്റൂട്ടോ. ഉച്ചയായതുകൊണ്ട് ഞങ്ങൾ ആകെ ടയർഡായി. എന്നാൽ ഇനി കണ്ടത് മതിയെന്ന് വിചാരിച്ച് ഞങ്ങൾ വിട്ടു. ഇനി നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഇനി ഊട്ടിയിലെ കാഴ്ചകൾ കാണാം. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ ബായ്.